കൂട്ടുകാരെ, ഇതാണ് വാസ് വയർലെസ് ഓട്ടോമൊബൈൽ സോളാർ പമ്പ്. ആസ് എ പ്രോബ്ലം സോൾവർ ഞാൻ എൻ്റെ ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് പെട്രോളിയം വാഹനങ്ങളിൽ നിന്നുള്ള പുക ശ്വസിച്ച് കഷ്ടപ്പെടുന്ന വയോജനങ്ങളെയും പിന്നീട് അലർജി പ്രശ്നമുള്ള ആൾക്കാരെയുമാണ്. അതേപോലെ തന്നെ ഈ പെട്രോളും ഡീസലും ഒക്കെ അടിക്കാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ചിലരെയും ഞാൻ കണ്ടു. അവരെല്ലാം കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ സൂര്യനിൽ നിന്നുള്ള സോളാർ എനർജി ഈ സോളാർ പാനലിൽ വരികയും അത് നമ്മളുടെ സോളാർ ഇലക്ട്രിക്കൽ എനർജി എന്ന ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടത്തിവിടുകയും ചെയ്യുന്നു. ഇവിടെ വരുന്നത് DC കറണ്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മളുടെ DC to AC കൺവെർട്ടറിലേക്ക് ഈ DC കറണ്ടിനെ കടത്തിവിടുന്നു. ഇങ്ങനെ കൺവെർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തൊരു ഘട്ടത്തിൽ സ്റ്റെപ്പ് ചെയ്യണം. നമുക്ക് സ്റ്റെപ്പ് ചെയ്യാൻ DC കറണ്ടിന് ഭയങ്കരമായ തുകയാണ്. അതുകൊണ്ടാണ് നമ്മളിത് ആദ്യം തന്നെ AC ആക്കുന്നത്. ഈ AC കറണ്ടിനെ സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിലിട്ട് നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ തിരിച്ച് AC to DC കൺവെർട്ടറിലേക്ക് കടത്തിവിടുന്നു. കാരണം ഈ AC കറണ്ടിനെ ബാറ്ററിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ഇതിനെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് വലിയൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ 2 മാസം 1 മാസമൊക്കെ തുടർച്ചയായിട്ട് മഴ പെയ്തിരുന്നാലും ഈ ബാറ്ററി ബാക്കപ്പ് കാരണം ആ ഒരു എനർജി അവിടെ കാണും. അതിനുശേഷം ഇവിടേക്ക് വരും വോൾട്ടേജ് റെഗുലേറ്റർ. ഈ വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കടത്തിവിടുന്ന കറണ്ടിനെ നമ്മൾക്ക് 2 വീലറുകൾക്ക് വേണ്ടി ഒരു പോർട്ട് സംഘടിപ്പിച്ച് നമ്മളുടെ ബൈക്കുകളിലേക്ക് കടത്തിവിടാനും പറ്റും. അതിനുശേഷം ഈ ഒരു പോളിയത്തിൽ കണ്ടു ഒരു ട്രാൻസ്മിറ്റർ കോയിലാണ് ഇത്. നമ്മളുടെ വാഹനങ്ങളുടെ അടിയിൽ ഒരു റിസീവർ കോയിലും ഉണ്ട്. ഈ റിസീവർ കോയിൽ ഈ ട്രാൻസ്മിറ്റർ കോയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ആ മാഗ്നറ്റിക് ഫീൽഡിലൂടെ നമ്മളുടെ വാഹനങ്ങൾ ചാർജ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മളുടെ നമുക്കറിയാലോ ഈ പെട്രോളിയം വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമയമാകുമ്പോൾ തീരുന്ന സംഭവങ്ങളാണ് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊരു ഭാവിയിൽ നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റിൽ മോഡൽ അവസാനിപ്പിക്കും.